जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ശ്രീല പ്രഭുപാദിൻ്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ്. പ്രഭുപാദ് ബോംബെയിലുണ്ടായിരുന്ന സമയത്ത്, വൃന്ദാവനത്തിലുണ്ടായിരുന്ന സമയത്താണ്. അപ്പം പ്രഭുപാദിനെ കാണാനായിട്ട് GPCs ഒക്കെ വരുമായിരുന്നു. അപ്പോൾ ഓരോ GPCമാരോടും പ്രഭുപാദ് ഓരോരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കും. വളരെ കുറച്ച് സംസാരിക്കത്തുള്ളൂ, എങ്കിലും അവിടുത്തെ പ്രീച്ചിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ കീർത്തനന്ദ മഹാരാജ് വന്നു. പ്രഭുപാദിൻ്റെ ഈ ആരോഗ്യം വളരെ... കീർത്തനന്ദ മഹാരാജാണ് ആദ്യമായിട്ട് പ്രഭുപാദിൻ്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നത്, അമേരിക്കയിൽ പോയിട്ട്. ആദ്യമായിട്ട് സന്യാസം കൊടുത്ത ശിഷ്യനും കീർത്തനന്ദ മഹാരാജാണ്. അപ്പോൾ മഹാരാജ് വന്നപ്പം പ്രഭുപാദിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോഴത്തേന് വളരെയധികം മഹാരാജിന് വിഷമം തോന്നി. അപ്പോൾ മഹാരാജ് ഇങ്ങനെ ശ്രീല പ്രഭുപാദിനോടൊരു കാര്യം ചോദിച്ചു. ഈ പുരാണത്തിൽ പുരു എന്ന രാജാവിനെ കുറിച്ച് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അല്ലേ അച്ഛന് യൗവനം കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, അതെ, യയാതിക്ക് യൗവനം കൊടുത്തത് പുരുവാണ്. യയാതിയുടെ മകനാണ് പുരു. അപ്പം യയാതിക്ക് വീണ്ടും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പുരു തൻ്റെ യൗവനം എടുത്ത് യയാതിക്ക് കൊടുത്തിരുന്നു. അപ്പം അതേപോലെ ശിഷ്യന്മാർ തങ്ങളുടെ യൗവനം പ്രഭുപാദിന് കൊടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു കീർത്തനന്ദ മഹാരാജ്. അപ്പം പ്രഭുപാദ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ മരിക്കുന്നില്ലല്ലോ എന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞത്, ഞാൻ നിങ്ങളിലൂടെ എൻ്റെ ശരീരത്തിനൊന്നും സംഭവിക്കുന്നില്ല, അത് നിങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മുടെ ലൈഫ് എറ്റേണലാണ്. ഈ പ്രവർത്തനം നിൽക്കുമ്പോഴേ അത് മരണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനം നിന്നു പോകുമ്പോഴേ യഥാർത്ഥത്തിൽ മരണം എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം മരണമില്ല എന്നാണ് പറയുന്നത്. കാരണം ആ വ്യക്തിയുടെ ഭാവം, ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പിൻതലമുറ അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പം അതിൽ സരസ്വതി മഹാരാജ് തൻ്റെ സാക്ഷാത്കാരം പറയുന്നു. ഇതിലൂടെ പ്രഭുപാദ് ഈ ഗുരുശിഷ്യ പരമ്പരയുടെ അന്തസ്സത്തെ എന്താണെന്ന് പറഞ്ഞു തന്നു എന്നാണ് മഹാരാജ് പറയുന്നത്. അതായത് ആചാര്യൻ ഈ ശരീരത്തിലുള്ള സമയത്ത് അദ്ദേഹം ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അത് ഈ ശരീരത്തിൽ നിന്ന് പോയാലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ആത്മാർത്ഥതയുള്ള ശിഷ്യന്മാർ അദ്ദേഹം ചെയ്ത പ്രവൃത്തി തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നു. ശരീരം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾക്ക് ഒരു വിഘാതവും വരുന്നില്ല. അതുകൊണ്ടാണ് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം മരണമില്ല എന്നുള്ള കാര്യം പറഞ്ഞതെന്ന്, ഈ ഒരു തത്വം, ഈ ഗുരുശിഷ്യ പരമ്പരയുടെ ആ തത്വം അതിലൂടെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു തന്നുവെന്ന്